സിസ്റ്റത്തിനിടയിൽ പുതിയൊരു കാര്യം വരിക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കയറി ആ ഒന്നാമനാവാൻ അല്ലെങ്കിൽ രണ്ടാമനാവാൻ പലരും മടി കാണിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതൊക്കെയോ ചില മാതാപിതാക്കൾക്ക് ഉണ്ടായ ദീർഘവീക്ഷണത്തിൻ്റെയും അവരുടെ ധൈര്യത്തിൻ്റെയും ഒക്കെ പിൻബലത്തിലാണ് നിങ്ങൾ ഇത്രയും നല്ല രീതിയിൽ ഈ സ്കൂൾ മുന്നിലേക്ക് പോകുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതുപോലെ ഈ ഓറഞ്ച് ക്യാമ്പ് എന്ന് പറയുന്നത് നേരിടും. അത് വളരെ സിമ്പിളാണ്. നമ്മളൊരു പൊതുസ്ഥലത്ത് ഒരു കല്യാണം നടക്കുന്ന സ്ഥലത്ത് നമ്മളൊരു വലിയ ഓറഞ്ച് തൊപ്പിയിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ നോക്കുന്നവരെല്ലാം നമ്മളെ പെട്ടെന്ന് കാണും. അങ്ങനെ നമ്മൾ വിസിബിൾ ആയാൽ പിന്നെ രണ്ടാമത് ഐസ്ക്രീം എടുക്കാൻ പോയാലും ഐസ്ക്രീം വിളമ്പുന്നവർ മനസ്സിലാവും ഇവരൊരു തവണ വന്നതല്ലേ, എല്ലാവരും മനസ്സിലാവും നമുക്ക് അപകടമാണ് നമ്മളെ ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ സെലിബ്രിറ്റീസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട്. നമ്മളെ തിരിച്ചറിയുന്നത് കൊണ്ട് കുറെ ബെനിഫിറ്റുണ്ട്, കുറെ ദോഷങ്ങളുണ്ട്. അതിലൊരു ദോഷത്തിൽപ്പെട്ടതാണ് ഈ ഓറഞ്ച് കാറ്റഗറി. ഞാൻ രണ്ടാമത് ഐസ്ക്രീം എടുക്കാൻ പോയ ബെനിഫിറ്റ് ഞാൻ എപ്രാവശ്യം വന്നുള്ളത് ഇവൻ അറിയാൻ പറ്റില്ല. അപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളോട് ഒത്തു നിൽക്കാനും വലിയൊരു ഗ്രൂപ്പിനോടൊപ്പമായിരിക്കാനുമാണ് പരിണാമപരമായി നമ്മുടെ ബ്രെയിൻ നമ്മളെ പഠിപ്പിക്കുന്നത്. റിസ്ക് എടുക്കാൻ ആരും സമ്മതിക്കില്ല. ആ സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരുന്ന ഒരു പുതിയ സിലബസ് ഇവിടെ അവതരിപ്പിക്കും.